പ്രധാനമന്ത്രി വിഷയത്തിൽ ആദ്യമായി ഒരു പൊതുവേദിയിലെത്തി പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാൻ കൃത്യമായ മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകുന്നത്. മാത്രവുമല്ല, ആ തിരിച്ചടി ഉണ്ടാകും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കാര്യം ഉറപ്പിച്ചു പറയുന്നു പ്രധാനമന്ത്രി. എന്തൊക്കെ കാര്യങ്ങൾ ബീഹാറിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു? പ്രജനി, ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തുന്നതും ആദ്യമായി തന്നെയാണ്. ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് എക്സ്പോസ്റ്റിലൂടെയൊക്കെയാണ്, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇദ്ദേഹം ഒരു പൊതുപരിപാടിയിലെത്തി. അദ്ദേഹം കൃത്യമായി തന്നെ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള പ്രാദേശിക ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരർക്ക് ഒരു മുന്നറിയിപ്പ്, തിരിച്ചടി ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള ഭാഗങ്ങൾ അദ്ദേഹം ഇംഗ്ലീഷിൽ കൂടി പറയുന്നുണ്ട്. അതൊരു പക്ഷേ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവരുടെ സന്ദേശം, ഇന്ത്യയുടെ സന്ദേശം എത്തിക്കുക, ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് ഇന്ത്യ നീങ്ങുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് കൂടി വേണം നമ്മളതിൽ അനുമാനിക്കാൻ. ഏതാണെങ്കിലും അദ്ദേഹം ഈ വളരെ കൃത്യമായിട്ടുള്ള നിലപാട്, രാജ്യത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കവേ, പ്രജൻ സൂചിപ്പിച്ചതുപോലെ മധുബനിയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ ഒരല്പസമയം അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് രാജ്യം മുഴുവൻ ഈ ജീവൻ നഷ്ടമായവർക്കൊപ്പമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിഷ്കളങ്കരായിട്ടുള്ളവരാണ് കൊല്ലപ്പെട്ടത്. അവർ വിനോദത്തിനും മറ്റുമായി എത്തിയ സാധാരണക്കാരാണ്. അവരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാന്റെ ഭീകരതയെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ഈ സങ്കടം ഞങ്ങൾ പങ്കുവെക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഭീകരരെ പിന്തുടർന്ന ഒരു പാഠം അവരെ പഠിപ്പിക്കുമെന്ന് പറയുകയാണ്. ഇന്ത്യയുടെ ആത്മാവിനെയാണ് ഭീകരവാദികൾ ആക്രമിച്ചത്. വിചാരിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും ഇക്കാര്യത്തിൽ നൽകുക എന്നും പ്രധാനമന്ത്രി ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. ഭീകരരും ഒപ്പം അവർക്ക് പിന്നിലുള്ളവരും ഈ തിരിച്ചടി നേരിടുമെന്നാണ് പറയുന്നത്. 6-7 ഭീകരരാണ് ഈ വെടിയുതിർത്ത് ഈ ആക്രമണം നടത്തിയതെങ്കിൽ ഇതിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഉള്ള ആളുകൾ, അവർക്കെതിരെ ഉൾപ്പെടെ കടുത്ത നടപടി ഉണ്ടാകും. അവർക്കെതിരെ അടക്കം കടുത്ത തിരിച്ചടി അവരടക്കം നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി പ്രധാനമന്ത്രി നൽകുകയാണ്. ഇന്ത്യയുടെ സ്പിരിറ്റ് തകർക്കാൻ അതാർക്കും ആകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഗൂഢാലോചന നടത്തിയവർ അവർ പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ, പ്രതീക്ഷിക്കാത്ത തരത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. പ്രജൻ, വിനിത വിജിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.